പ്രിയപ്പെട്ടവരെ, അവസാനമായും നാലാമതായും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയുമോ? ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹബത്ത് നേടിയ, അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആ വായിൽ നിന്നൊഴുകി വീഴുന്ന മണിമുത്തുകൾ ജീവിതത്തിലേക്ക് പകർത്തിയെടുത്ത ആ മഹാരഥന്മാരായ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച സ്വഹാബത്തുണ്ടല്ലോ. ആ സ്വഹാബത്ത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ട വലിയ കാരുണ്യമാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗം എത്രയാണ് പ്രിയപ്പെട്ടവരെ! അവരവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ എത്രയാണ്! മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ, ഖബ്ബാബ്, സുമയ്യ എണ്ണമറ്റ പേരുകൾ ഇന്നലകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. രോമമെഴുന്നേറ്റ് നിൽക്കുന്ന, കണ്ണ് നിറഞ്ഞു പോകുന്ന, കണ്ടമിടറിപ്പോകുന്ന, ചുണ്ടകൾ വിറച്ചു പോകുന്ന എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. രക്തം നൽകിയവർ, ജീവൻ നൽകിയവർ, സമ്പത്ത് നൽകിയവർ, ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം തൗഹീദിന് വേണ്ടി നൽകിയവർ, അതെല്ലാം ഈ പരിശുദ്ധമായ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നൽകിയവർ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം നടത്തുമ്പോ അവിടുത്തെ മുന്നിൽ കൂടി നിന്ന 1,00,000 വരുന്നവർ സഹാബികളതാ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് പുറപ്പെടുകയാണ്. സപ്തസാഗരങ്ങളും പീഠഭൂമികളും മാമലകളും കടന്നുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് കടന്നു ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വചനത്തിന്റെ പ്രബോധനവും പ്രചാരണവും നടത്തുകയാണ്. ഇന്ന് ലോകത്തെ 4 മനുഷ്യരെ എടുത്താൽ ഒരാൾ മുസ്ലിമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 2 ബില്യണിലധികം മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് പള്ളികൾ, ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ ലോകത്തിന്റെ ഭൂപ്രതലത്തിൽ പല ഭാഗങ്ങളിലുമായി നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മുടെ സ്വഹാബത്തിനെ, നമ്മുടെ പൂർവ്വതലമുറയെ, നമ്മുടെ ഒന്നാമത്തെ തലമുറയെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ തലമുറയുമായി നമ്മൾ താരതമ്യം ചെയ്താൽ വേറിട്ട് നിൽക്കുന്ന ശ്രേഷ്ഠമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ ഉമ്മത്തുമായി ഇറങ്ങി തിരിച്ച് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ വേണ്ടി ചെങ്കടലിന്റെ മുന്നിലെത്തിയപ്പോ എത്രയോ അത്ഭുതങ്ങൾ കൊണ്ട് അല്ലാഹു ആ സമുദായത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കടലിന്റെ തിരമാലകൾ, ചെങ്കടലിന്റെ തിരമാലകൾ വലിയ 2 പർവ്വതങ്ങൾ പോലെ ആ മനുഷ്യരുടെ മുന്നിലേക്ക് താഴ്മയോടെ അനുസരണയോടെ മാറി നിന്നിട്ടുണ്ട്. ആ ജനപദത്തിന്റെ മുന്നിൽ വെച്ച് ഫിർഔൻ എന്ന ധിക്കാരിയും അഹങ്കാരിയുമായ അധീശാധികാരി മരണപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടും ഇതിനെല്ലാം അവരെ സാക്ഷ്യം വഹിച്ചിട്ടും ഈ ആയത്തുകൾക്കെല്ലാം നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചിട്ടും കടൽ കടന്നുകൊണ്ട് യാത്ര തുടർന്നപ്പോ അതാ ഒരു സമുദായം തങ്ങളുടെ ബിംബത്തിന് മുന്നിലിരുന്നു കൊണ്ട് ആരാധന നടത്തുന്നതാണ് അവരെ കാണുന്നത്. വജാവസ്നാ ബിബനീ ഇസ്രാഈലൽ ബഹ്റ ഫഅത്ബഅഹും ഫിർഔന വജുനൂദഹു ബഗ്യൻ വഅദ്വാ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ പടച്ചറബ് വിശദീകരിക്കുകയാണ്. അങ്ങനെ ആ കടൽ കടന്നുകൊണ്ട് അവർ യാത്ര ചെയ്യുമ്പോ അവർ കാണുന്നത് ബിംബത്തിന്റെ മുന്നിൽ ഭജന പിരിക്കുന്ന, ബിംബത്തിന്റെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്ന ഒരു ബഹുദൈവാരാധകരെയാണ്. ഈ ആരാധനാ ബിംബത്തെ കാണിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അവർക്ക് ഈ ഭജനമിരിക്കാൻ, ആരാധിക്കാൻ ഈ ബിംബമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ബിംബം ഉണ്ടാക്കി തന്നുകൂടെ, ഞങ്ങൾക്കും ഒരു ഇലാഹ് ഉണ്ടാക്കി തന്നുകൂടെ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുചോദ്യം, ഖാല അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹാ വഹുവ ഫദ്ദലകും അലൽ ആലമീൻ. അല്ലാഹു അല്ലാത്തൊരു ഇലാഹിനെയാണോ നിങ്ങൾ പകരം തേടുന്നത്? എന്നാൽ പടച്ചറബാകട്ടെ മാലോകർക്ക് മുകളിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആ സമുദായത്തിന്റെ പൂർവികരുടെ ചരിത്രമാണിത്. നമ്മുടെ ഉമ്മത്തിന്റെ പൂർവികർക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്താണ് പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് മക്കയിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ്, സമ്പത്ത് വലിച്ചെറിഞ്ഞ്, കുടുംബം വലിച്ചെറിഞ്ഞ്, നാളിതുവരെ ജീവിച്ച പരിചയക്കാരെയും ആ നാടിനോടുള്ള മുഹബ്ബത്തും വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ പലായനം ചെയ്യുമ്പോ മക്കയുടെ പ്രാന്തപ്രദേശത്ത് വെച്ച് അവർ പിടിക്കപ്പെട്ടപ്പോ മഹാനായ ശുഐബ് സിനാൻ റൂമി എന്ന് പറയുന്ന മഹാരഥനായ സ്വഹാബി തന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവൻ ഒരു വേദനയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു മടിയുമില്ലാതെ പൂർണ്ണമായി മുസ്ലിമാകുന്നതിന് വേണ്ടി, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് വേണ്ടി, ഹിജ്റ പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അള്ളാന്റെ റസൂലിന്റെ സവിധത്തിൽ എത്തിച്ചേർന്നതിന് വേണ്ടി ഒരു
ഒരു മടിയും പ്രയാസവുമില്ലാതെ സമ്പത്ത് മുഴുവൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെ പരമപരിശുദ്ധി നേടിപ്പോയ 1-ാം നൂറ്റാണ്ടുകാരെയാണ് മുസ്ലിം ഉമ്മത്തിന് പറയാനുള്ളത്. എല്ലാം ത്യജിച്ച ഈ ദീനിനു വേണ്ടി, ഈ മതത്തിനു വേണ്ടി, റബ്ബിനു വേണ്ടി എല്ലാം വേണ്ട എന്ന് വെച്ച 1-ാം നൂറ്റാണ്ടുകാരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്, പരിചയപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട